ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? നമ്മളിന്നൊരു റിബൺ വെച്ചിട്ട് ഒരു പൂ ഉണ്ടാക്കുകയാണ്. അപ്പോൾ റിബൺ എടുത്തിട്ടുണ്ട്. റിബൺ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ടേബിൾ മാറ്റിൻ്റെ മുകളിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ആ ടേബിൾ മാറ്റിൻ്റെ നിഴലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ റിബൺ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നൂലാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റിബണിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടി ഉറപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത ഇതൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിബൺ ഇതുപോലെ നടുമടക്കിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ഇതൾ ചുരുട്ടി കെട്ടിയിട്ടില്ലേ, അതിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഇതളുകൾ ഇതുപോലെ ചുറ്റിനും വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതൾ ഓരോന്ന് നൂലുകൊണ്ട് കെട്ടി ഉറപ്പിച്ച് വെച്ചതിന് ശേഷം പൂവായിട്ട് സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതളുകളെല്ലാം കെട്ടി കഴിയുമ്പോൾ ഇതുപോലെ പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനൊന്നും കൂടി ഭംഗിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റിബണിൻ്റെ ഈ അരികു ഭാഗമൊന്നും കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് അരികു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. കൈ പൊള്ളാതെ നോക്കണം കേട്ടോ ചെയ്യുമ്പോൾ. കുഞ്ഞു മക്കളൊന്നും ഇതുപോലെ ചെയ്യരുത്, കാരണം കൈ പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പേരൻസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പൂവിലത്തെ എല്ലാ ഇതളുകളും അതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂവ് കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ വേറൊരു പൂവും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പൂവിന് നമുക്ക് തണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത്. ഈർക്കിളി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നൂലുകൊണ്ട് കെട്ടിയാലും മതി. ഞാനിപ്പോൾ ഫ്ലെക്സി ക്യൂക്ക് എന്ന പശ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് പൂവിനും ഈർക്കിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇല ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുമ്പ് പൂവിന് ഞെട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പേപ്പർ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കോണ് പോലെ മടക്കി എടുത്തിട്ട് കത്തിരി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ പേപ്പർ വിടർത്തി കഴിയുമ്പോൾ ഈ ഷേപ്പിലാണ് കിട്ടുക, ഒരു പൂവിൻ്റെ ഷേപ്പായിരിക്കും. ഇത് നമുക്ക് ഒരു ഭാഗം പകുതി കട്ട് ചെയ്യാം. അത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പശ വെച്ചിട്ട് ആ ഈർക്കിളിയും ഒന്ന് വെച്ച് ഒട്ടിക്കാം. പൂവിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. നമ്മളിതുപോലെ ഒരുപാട് പൂക്കൾക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂവിന് ഞെട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇല കട്ട് ചെയ്ത് ഒട്ടിക്കാം.
ഇല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഇല കട്ട് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയത് റോസാപ്പൂവാണ്. അപ്പോൾ അതിൻ്റെ ഇലയുടെ അരികു ഭാഗം ഇങ്ങനെ ചെറിയൊരു വെട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ പേപ്പറിൽ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇല ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.